ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. സ്നേഹത്തോടെ ഞാൻ കാപ്പി കുടിക്കാൻ പോവാണേ. പുട്ടെന്ന് പറഞ്ഞാൽ റവ പുട്ട്, നല്ല സ്പോഞ്ച് പോലത്തെ പുട്ട് കേട്ടാ. റവ പുട്ടാണ്. മുട്ടക്കറിയും റവ പുട്ടുമാണ് ഇന്നത്തെ കാപ്പി. അയച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. കൊള്ളത്തില്ലെങ്കിൽ ആർക്കും തരത്തില്ല കേട്ടാ. കൊള്ളാങ്കി എല്ലാവർക്കും തരാമേ. അതൊന്ന് നോക്കട്ടെ. ഓക്കെ, ഇങ്ങനെ കുഴച്ച് കഴിക്കണം മുട്ടക്കറിയായിട്ട് കേട്ടാ. ഇങ്ങനെ കുഴച്ച് ഉരുട്ടി ഇങ്ങനെ നല്ല പോലെ കുഴയ്ക്കും തോറും ടേസ്റ്റ് കൂടും. പണ്ടുള്ളവരൊക്കെ അപ്പൂപ്പന്മാരൊക്കെ പണ്ട് നമുക്ക് കുഴച്ചിട്ട് ഓരോ പിടിതരും കൊച്ചിലെ. അതവര് നല്ലപോലെ കുഴച്ചിട്ടാണ് ഓരോ ഉരുള തരും ഇങ്ങനെ. നല്ല ടേസ്റ്റാ അതിന്. അതെന്താ ഇങ്ങനെ കുഴയ്ക്കുന്നോണ്ടാട്ടാ. എല്ലാരും ഒന്ന് കുഴച്ച് നോക്ക് നല്ലപോലെ. കൈവച്ച് ഞവണ്ടി കഴിക്കാൻ പോണേ. സൂപ്പർ കേട്ടോ, സൂപ്പറാ കൂട്ടുകാരാ. ഞാനിന്ന് വലിയ ഇതിലൊന്നും ചെയ്തതല്ല, ചുമ്മാ കുക്കറിൽ വേവിച്ചതാ ഇത് കേട്ടാ. സൂപ്പറായിരിക്കുന്നു. നിങ്ങൾക്ക് ഗൾഫ് നാട്ടിലൊക്കെ ഇരിക്കുന്നവർക്ക് ഉപകാരപ്പെടും ഇത് കേട്ടാ. ചുമ്മാ ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഇട്ടിട്ട്, കറിവേപ്പിലയും പച്ചമുളകും ഇട്ടിട്ട്, അതിനകത്ത് ശകലം ചിക്കൻ മസാലയും മഞ്ഞൾപ്പൊടി, ശകലം മല്ലിപ്പൊടി, ശകലം കുരുമുളക് പൊടി, ഒരു 1/4 സ്പൂൺ മുളക് പൊടി ഇട്ടാൽ മതി. ചിക്കൻ മസാലയ്ക്ക് എരിവുള്ളതുകൊണ്ടും കുരുമുളകിന് എരിവുള്ളതുകൊണ്ടും രാവിലെ കുറച്ച് എരിവ് മതി. അത് ഇത്ര ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ പുരട്ടി, ഉപ്പും ഇട്ട് പുരട്ടി അങ്ങോട്ട് കുക്കറിൽ വെച്ച് ഒരു 1/4 ഗ്ലാസ് വെള്ളം മതി കേട്ടാ. ഉള്ളിക്ക് വെള്ളമുണ്ട്, തക്കാളിക്ക് വെള്ളമുണ്ട്. അപ്പം റോസ്റ്റായിട്ട് ഇരിക്കൂല, ഒത്തിരി വെള്ളമായി പോകും. അതുകൊണ്ട് 1/4 ഗ്ലാസ് വെള്ളം വെച്ച് ഒരു 2 വിസിലടിപ്പിച്ച് കുറുകുറും തന്നെയുള്ള ചാറാകും കണ്ടാ. നല്ല സോഫ്റ്റ് ആയിട്ട് വരും. മുട്ടക്കറി പെട്ടെന്നുണ്ടാക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ജോലിക്ക് പോകുമ്പോൾ അതും വെച്ചിട്ട് നിങ്ങൾക്ക് വേറെ എന്തെല്ലാം ജോലി ചെയ്യാന്നറിയാം. ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.